ഇവിടെ ആളുകൾ ലൈവായിട്ട് തൂക്കി കൊടുക്കാൻ തൂക്കി കൊടുക്കും, മൊത്തവിലക്കാണെങ്കിൽ മൊത്തവിലക്ക് കൊടുക്കും. പിന്നെ വലിയ വലിയ ഓർഡർ ഉണ്ടെങ്കിൽ കല്യാണ പാർട്ടിന് ഓർഡറോ മറ്റേ മറിച്ചുണ്ടെങ്കിൽ ഓർഡർ എടുക്കും. ഇപ്പൊ തൂക്കി കൊടുക്കണത് 500 രൂപ ആയിട്ടാണ് ഇപ്പൊ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അത് ആർഡിനനുസരിച്ച് മാർക്കറ്റിലെ റേറ്റിനനുസരിച്ച് കൊടുക്കും. ഇന്നലെ റേറ്റ് 500, 520 ഒക്കെ വെച്ചിരിക്കുന്നത്. ഇന്നിപ്പോ 500 രൂപ ലെവലിലാണ് വെച്ചുകൊണ്ടിരിക്കുന്നത്. ഫുള്ള് നാടാട്ടോ, വേറെ ഒരാടുമല്ല. പിന്നെ പെണ്ണാട് ഉണ്ടാകുന്നുണ്ട്. ഇപ്പൊ ഒന്നുമില്ല, പെരുന്നാളായതുകൊണ്ട് പെണ്ണാട് ഇറക്കിയില്ല. മുട്ടന്മാർ ഇപ്പോൾ 100-300 മുട്ടന്മാരുണ്ടായിരുന്നു. അപ്പൊ കഴിഞ്ഞാണ്. പെരുന്നമണ്ണ റോഡ് എന്റെ പേര് ഹംസ. എത്ര വർഷമായത് തുടങ്ങിയിട്ട്? ഞാൻ 12 വയസ്സ് പോലെ വാപ്പാനെ കൂടെ ഇതിന് പരിപാടി തന്നെ, ആടിന്റെ പരിപാടി തന്നെ. ഇതിവിടെ ആയിട്ട് 2 വർഷമായി. 2 വർഷമായി. ഹയാത്ത് ആട് ഫാം, പെരുന്നമണ്ണ റോഡ്. ഇപ്പോൾ ഒരു 19 ഉണ്ടാവും മൊത്തത്തില്. 40-50 ഉണ്ടാവും ഇപ്പൊ ഉള്ളത്. അതന്നെ ഒക്കെ നാടനാണ്. അതിൽ ക്രോസ് ഉണ്ട്. ഒക്കെ നാട്ടിലുള്ള ആടുകുട്ടികളാണ്. രാജസ്ഥാനും മറ്റും വർഷമൊന്നുമല്ല. ആ നമ്മൾ ചന്തയിൽ പോയെടുക്കും, വീട്ടുകളിൽ പോയെടുക്കും. അതെ, അത് 20ന്റെ മേപ്പെട്ട് 35-40 വരെ ഉള്ളുണ്ട് ഇപ്പൊ ഇവിടെ. ഒക്കെ കൊറ്റന്മാരാണ്. ഏത് മേനിക്കോ? മേനിക്ക് 10 രൂപ ഉണ്ട്, 12 ഉണ്ട്, 15 ഉണ്ട്, 17, 18, 20 രൂപ വരെയുള്ള ആടുകളുണ്ട്. 9 രൂപ ആടുണ്ട്. ഏറ്റവും കുറഞ്ഞ 9,000 രൂപ താഴെ ഇപ്പൊ ഇല്ല. ഇല്ലല്ല. നമ്പർ കൊടുത്താൽ 60,000 കൊണ്ടോളേ. അറുത്ത് കൊടുക്കുന്നത് നമ്മളിവിടെ 60 സാലുണ്ട്. ഒക്കെ ഉണ്ട് പണിക്കാർ. ആ 10, 11, 12 പല അങ്ങനെ പല ഐറ്റങ്ങളുണ്ട്. 18, 20 വരെ വരുന്ന ആളുകളുണ്ട്. പണിക്കാരുണ്ട്. ആ ഉള്ളിലുള്ള ആടുകളാണ്. ആ വിറ്റതാണ്. അതൊന്ന് ഇറക്കാളാണ്. പറത്തുകൊണ്ടിരിക്കണം. അവിടെ പഴയ നടത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതെന്താ കഞ്ഞിവെള്ളം തന്നെയാണ് കൊടുക്കുക? പുണ്ണാക്ക് വെള്ളം. ആ പ്ലാവില പുല്ലാണ്. ഞാൻ എല്ലാ അല്ലിൽ നിന്നും എല്ലാ സാധനം നിന്നും ഹക്കീകത്തിന് ഒറ്റമാരും എല്ലാ സാധനവും എടുത്തിട്ടുണ്ട്. ഇറച്ചിക്കും എല്ലാം ഉണ്ട്. തൂക്കളായിട്ട് ഇത് 18 ലെവലില് വരുന്ന ഒറ്റമാരം. ഇപ്പൊ 500 കിലോക്ക് 500 രൂപ ഇപ്പത്തെ റേറ്റ് കേട്ടോ. ഏത് 480 ലെവലിലാണ് കൊടുത്തുകൊണ്ടിരുന്നത്. പിന്നെ അവിടുത്തെ 500, 520 ഒക്കെ ആയി പോയി. കൂടി പോയി. മാർക്കറ്റിലെ റേറ്റ് കൂടുതലുണ്ടോ? ഇടുക്കോട് കൂടുമ്പോൾ കൂടുതലനുസരിച്ച് വെക്കും. അതിനെ ഹോം ഡെലിവറി സംവിധാനമൊക്കെ ആ സാധനം ലൈവായി തൂക്കം കാണിച്ചു കൊടുക്കും. എന്നിട്ട് വണ്ടി കൂട്ടി കൊടുക്കും. അത് കുഴപ്പമില്ല. അതെ ആ വണ്ടി കൂലി കയറി അവർ കൊടുക്കുക. പണിക്കാരെ വേണമെങ്കിൽ അത് നമ്മൾ നമ്പർ കൊടുത്ത്. നമ്പർ കൊടുത്താളി. പ്രിയപ്പെട്ടവരെ, നമ്മൾ അംസാക്കിയുടെ വാക്കുകൾ കേട്ടു. ഇന്നിപ്പോൾ പെരുന്നാൾ, 2ാം പെരുന്നാളിലാണ് വീഡിയോ എടുക്കുന്നത്. ഞായറാഴ്ച കൂടിയാണ്, അതുകൊണ്ടാണ് എണ്ണം കുറഞ്ഞിട്ടുള്ളത്. ഒരു വർഷത്തിലേറുണ്ടാവും. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഹയാത്ത് ആട് ഫാം കാണുന്ന 50 ആട് കുറച്ചില്ല. 50 ആടുകളിൽ കുറഞ്ഞ് കമ്മിയാവില്ല. 2-3 ദിവസം കമ്മി വരുള്ളൂ. അതെ, ഈ പെരുന്നാളുണ്ട്. അതിപ്പോൾ വിറ്റതിന്റെ ബാലൻസ് മാത്രമായതുകൊണ്ടാണ് ഇങ്ങനെ കാണുന്നത്. അല്ലെങ്കിൽ ഇതിലേറുണ്ടാവും. അപ്പോൾ ഹയാത്ത് ആട് ഫാം എന്ന് പറഞ്ഞിട്ട് പെരുന്തൽമണ്ണ റോഡിൽ ബോർഡ് കാണും. റോഡ് സൈഡിൽ തന്നെയാണ്, നോക്കാനും തപ്പാനും. റോഡ് തന്നെയാണ്. നമ്പർ പറഞ്ഞെടുത്തത് അതാണ് കാണുന്നത്. നിങ്ങളുടെ നമ്പർ ഒന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് ഉപകാരപ്പെടും. 97 45 33 96 59. ഇനി വേറെ നമ്പർ കൂടെ 97 45 33 96 75. നമ്പർ വിളിച്ചോളൂ. രണ്ട് നമ്പർ വാട്സപ്പ് സൗകര്യങ്ങൾ അങ്ങനെയുണ്ട്. ഒക്കെ ഉണ്ട്. നിങ്ങളിവിടെ എത്തിയിട്ടില്ലെങ്കിലും സംഭവം ആളുകൾ എത്തിച്ചേരാനുള്ള സംവിധാനമുണ്ട്. ഇപ്പോൾ പെരുന്തൽമണ്ണ റോഡാണ്, മാറണ്ട. പിന്നെ തൂക്കി കൊടുക്കുക, ഇറച്ചി കൊടുക്കുക, ഇറച്ചി പണിക്കാരെ വിട്ടുകൊടുക്കുക. ഇനി പെണ്ണാടുകൾ വേണമെങ്കിൽ അങ്ങനെയുണ്ട്.
ജെന്യൂനായിട്ട് സുലഭമായി ഇറച്ചിന് ഓർഡറും കാര്യങ്ങളൊക്കെ കൊടുക്കും. ഇറച്ചി ഓർഡർ കാര്യങ്ങൾ കല്യാണ പാർട്ടിയോ അങ്ങനെ പാർട്ടി ഒക്കെ കൊടുക്കും. കല്യാണ പരിപാടികളും ഇതിൻ്റെയൊക്കെ മൊത്തത്തിൽ പാരമ്പര്യമായിട്ട് 12ാമത്തെ വയസ്സിൽ അംസാക്കത്തിന് ഇറങ്ങിയിട്ടുണ്ടെന്ന് പറയുന്നത് അത്ര എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ അത്യാവശ്യം ഒരു 10-40 കൊല്ലത്തെ എക്സ്പീരിയൻസ് നമുക്ക് അദ്ദേഹത്തിന് കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അത് ഉപയോഗപ്പെടുത്തുക, വേണ്ട രീതിയിൽ ആളുകളെ ഉപയോഗിക്കുക. അപ്പോൾ പ്രിയപ്പെട്ടവരെ മറക്കണ്ട, നേരത്തെ പറഞ്ഞ നമ്പറിലേക്കാണ് നിങ്ങൾ വിടേണ്ടത്. ഇത് പെരുന്തമണ്ണ റോഡ് തന്നെയാണ്, അതിന് തൊട്ട് അടുത്ത് റോഡ് സൈഡിൽ തന്നെയാണ് കാര്യങ്ങളുള്ളത്. കണ്ടോ, ആളുകൾ ഇവിടെ നിന്നാണ് ഫാം അങ്ങോട്ട് തുടരുകയാണ്. അപ്പോൾ ചുരുക്കത്തിൽ പിന്നെ ആടുമായി ബന്ധപ്പെട്ട് ചട്ടിയിലേക്ക് വരുമ്പോൾ ഈ നമ്പറിലേക്ക് വിളിച്ചാൽ മതി. പോരാത്തിന് ഞായറാഴ്ചകളിൽ ആട് ചന്ത, പിന്നെ ചട്ടിപ്പറമ്പ് ചന്തയിൽ, കാലി ചന്തയിൽ തന്നെ ആട് ചന്ത ഉണ്ടാവാറുണ്ട്. കുറേ ആളുകൾ കൂടിയിട്ട് ഇദ്ദേഹത്തെ കാണണമെങ്കിൽ, അദ്ദേഹത്തിൻ്റെ അടുത്ത് ആടുകൾ കിട്ടണമെങ്കിലും ഈ നമ്പറിലേക്ക് വിളിച്ചാൽ മാത്രം മതി. ഓക്കെ, ഹോം ഡെലിവറി ഉണ്ട്.